നമസ്കാരം. മലയാളത്തിലെ ഒരേ ഒരു രാജാവേ ഉള്ളത് മോഹൻലാലാണ്. വിമർശകർ പലതും പറയും, പക്ഷെ സത്യം അതാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കി അത് മുന്നോട്ട് പോകേണ്ട സമയമൊക്കെ കഴിഞ്ഞു എന്നത് വേണം പറയാൻ. എന്തായാലും മോഹൻലാൽ സിനിമകൾ ചർച്ചയാകുന്നതോടുകൂടി 2025 മോഹൻലാലിൻ്റെ വർഷമാണെന്ന് സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ മോഹൻലാലിൻ്റെ റിലീസ് സിനിമകളിലേക്ക് നമുക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. അതായത് ഇപ്പോൾ രാവണപ്രഭു റിലീസായല്ലോ. രാവണപ്രഭു റിലീസായി 3 ദിവസം കൊണ്ട് സിനിമ നേടിയത് 2.25 കോടി രൂപയാണ് ബോക്സ് ഓഫീസിൽ, കേരള ബോക്സ് ഓഫീസിൽ. അതായത് 24 വർഷങ്ങൾക്ക് മുമ്പ് റിലീസ് ചെയ്ത സിനിമ, 2001 രഞ്ജിത്ത് ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ, 24 വർഷങ്ങൾക്ക് ശേഷം ടി വിയിലും DVD-യിലും യൂട്യൂബിലും ഒക്കെ കറങ്ങി തിരിഞ്ഞ് നടന്ന് നമ്മൾ എത്രയോ വട്ടം കണ്ടുമെടുത്ത ആ സിനിമ പിന്നീട് തിയേറ്ററുകളിലേക്ക് വന്നപ്പോൾ 3 ദിവസം കൊണ്ട് 2.5 കോടി രൂപ, 2.25 കോടി 2.5 കോടി ഇതിനിടയിലായിട്ട് കിട്ടിയ കളക്ഷൻ തുകയാണ് ഞാൻ പറയുന്നത്. ഇത് സത്യം പറയുകയാണെങ്കിൽ പുതിയ സിനിമകൾക്ക്, റിലീസാവുന്ന പുതിയ സിനിമകൾക്ക് പോലും ഇത് അച്ചീവബിൾ ആകുന്നില്ല എന്നുള്ള വസ്തുതയിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നത്. ഇത് ഞാൻ എന്തുകൊണ്ട് പറയുന്നത് വെച്ചാൽ, ബോക്സ് ഓഫീസ് കണക്കുകൾ നിർമ്മാതാക്കൾ തന്നെ പുറത്തുവിട്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ പുതിയ സിനിമകളുടെയൊക്കെ. അപ്പോഴൊക്കെ നിങ്ങൾ കാണണം, ദയനീയമായ കാഴ്ചകളായിരുന്നു ബോക്സ് ഓഫീസ് കളക്ഷനിൽ പല സിനിമകൾക്കും ഉണ്ടായിരുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ എത്രയോ വട്ടം കണ്ട ഡയലോഗുകൾ, സംഭാഷണങ്ങളെല്ലാം കാണാതെ അറിയാവുന്ന, സിറ്റുവേഷൻസ് കാണാതെ അറിയുന്ന, അടുത്ത സീൻ എന്താണെന്ന് അറിയുന്ന, ക്ലൈമാക്സ് എന്താണെന്ന് അറിയുന്ന ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രയധികം റിസപ്ഷൻ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും കിട്ടുന്നത്. ഇതെന്തുകൊണ്ട് ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ റീ റിലീസുകളുടെ കാലമാണല്ലോ. ഇപ്പോൾ റീ റിലീസുകൾ പല സിനിമകളും വരുന്നുണ്ട്. ഇപ്പം അടുത്തതായി മോഹൻലാലിൻ്റെ റീ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമ ഉസ്താദാണെന്ന് മനസ്സിലാവുന്നു. അതിനുശേഷം മധുബാല തന്നെ തുറന്നു പറഞ്ഞത് ഗുരു എന്ന സിനിമയും റീ റിലീസിനായി ഒരുങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനി വരാൻ ആഗ്രഹിക്കുന്ന 2020 എന്ന സിനിമ വരുന്നതായി കേൾക്കുന്നു. അങ്ങനെ കുറച്ച് മോഹൻലാൽ സിനിമകൾ ഉണ്ട്. 2020 ഒരു മൊത്തത്തിലുള്ള ഒരു സിനിമയാണെങ്കിൽ പോലും ദേവരാജ പ്രതാപ വർമ്മ എന്ന് പറയുന്ന ഐക്കോണിക് ക്യാരക്ടറിനെ ഇത് ഷോൾഡർ ചെയ്യുന്നത് 2020 എന്ന സിനിമ. അതുകൊണ്ട് തന്നെ നമുക്കതൊരു ഒരു പകുതി മോഹൻലാൽ ചിത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് കൂട്ടാം. ഓക്കെ, ഇതുപോലുള്ള മോഹൻലാൽ സിനിമകളൊക്കെ റീ റിലീസിനൊരുങ്ങുകയാണ്. മമ്മൂട്ടി സിനിമയ്ക്ക് ഇനി അടുത്തതായി വരാൻ പോകുന്നത് അമരം എന്ന സിനിമയാണ്. അമരം എന്ന സിനിമ വരുന്നു. സാമ്രാജ്യം വരുമെന്ന് നേരത്തെ പറയുന്നുണ്ടായിരുന്നു, പക്ഷേ പിന്നീട് അപ്ഡേറ്റ് ഒന്നും വന്നില്ല. ഇതൊക്കെയാണ് മമ്മൂട്ടിയുടേതായി പോകുന്ന സിനിമകൾ. രാജമാണിക്യം വരണമെന്ന് ഫാൻസ് അതിയായി ആഗ്രഹിക്കുന്നു, അണ്ണൻ തമ്പി വരണമെന്ന് ഫാൻസ് അതിയായി ആഗ്രഹിക്കുന്നു, ബിഗ് ബി വരണമെന്ന് ഫാൻസ് അതിയായി ആഗ്രഹിക്കുന്നു. പക്ഷേ വന്നത് അമരമാണ്. അതുകൊണ്ട് മമ്മൂട്ടി ഫാൻസിന് കുറച്ച് വിഷമമുണ്ട്. എന്നാലും സാരമില്ല, അവർ പെട്ടെന്ന് ആ സിനിമകൾ റീ റിലീസ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും കൂടെ തിയേറ്ററിൽ ആഘോഷിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. കമ്മീഷണറാണ് സുരേഷ് ഗോപിയുടേതായി റീ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകൾ. ദിലീപ് ചിത്രങ്ങൾ കുറച്ചധികം റീ റിലീസ് ചെയ്യാൻ പോകുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ഇൻസൈഡായിട്ട് അറിഞ്ഞു. ഇപ്പോൾ CID മൂസ, റൺവേ, കൊച്ചി രാജാവ് തുടങ്ങിയ സിനിമകളൊക്കെ റീ റിലീസ് ചെയ്യാനുള്ള പദ്ധതികളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ഇതെല്ലാം ഇവിടെ നിൽക്കട്ടെ. റീ റിലീസ് ചെയ്ത സിനിമകളുടെ എണ്ണം നമുക്ക് നോക്കാം. കേരളത്തിൽ ആദ്യത്തെ 5 റീ റിലീസ് ചെയ്ത കളക്ഷൻ വൈസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ബോക്സ് ഓഫീസിൽ മുന്നിട്ട് നിൽക്കുന്ന ആദ്യത്തെ 5 സിനിമകൾ മോഹൻലാൽ സിനിമകളാണ്. അതിനകത്ത് തർക്കിക്കേണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അതായത് ദേവദൂതൻ, സ്ഫടികം, രാവണപ്രഭു, ഛോട്ടാ മുംബൈ തുടങ്ങിയ സിനിമകൾ ആദ്യത്തെ ഒരു 3-4 സ്ഥാനങ്ങളിൽ നിൽക്കുമ്പോൾ അതിനൊപ്പം തന്നെ പിടിച്ചു നിൽക്കുന്ന മറ്റൊരു സിനിമയാണ് മണിച്ചിത്രത്താഴ്. ഇങ്ങനെ 5 സിനിമകൾ, സ്ഫടികം, ദേവദൂതൻ, രാവണപ്രഭു, ഛോട്ടാ മുംബൈ, മണിച്ചിത്രത്താഴ്, ഈ സിനിമകളാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ കളക്ഷൻ വൈസ് ഉണ്ടായ ഒരു തിരുത്തിക്കുറിക്കൽ പറഞ്ഞുതരാം. അതായത് സ്ഫടികമായിരുന്നു ഇതുവരെ മുന്നിട്ട് നിന്ന ആദ്യത്തെ 3 ദിവസങ്ങളിൽ മുന്നിട്ട് നിന്ന കളക്ഷൻ വൈസിലുള്ള സിനിമ. അതിപ്പോൾ രാവണപ്രഭു ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. അതായത് മോഹൻലാലിൻ്റെ റെക്കോർഡ് മോഹൻലാൽ തന്നെ ബ്രേക്ക് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സ്ഫടികം ഇത്രയും നാൾ ആദ്യത്തെ വീക്കെൻഡിൽ കൊണ്ടു നടന്നിരുന്ന ആ ഒരു കളക്ഷൻ റെക്കോർഡ് ആണ് ഇപ്പോൾ മോഹൻലാൽ ചിത്രമായ രാവണപ്രഭു തന്നെ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. മമ്മൂട്ടിയുടെ തന്നെ പല റീ റിലീസ് സിനിമകളും നമ്മൾ കണ്ടതാണ്. ഇപ്പം ആവനാഴി റീ റിലീസിനായിട്ട് വന്നു, വെല്ലേട്ടൻ റീ റിലീസിനായിട്ട് വന്നു, അങ്ങനെ വടക്കൻ വീരഗാഥ റീ റിലീസിനായിട്ട് വന്നു. പക്ഷേ ഇതൊന്നും തിയേറ്ററുകളിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. മമ്മൂട്ടി സിനിമകൾക്ക് റീ റിലീസിൽ തിയേറ്ററുകളിൽ ആളെ പുള്ള് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അത് മമ്മൂട്ടി ഫാൻസിന് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല, അത് വസ്തുതയാണ്. നേരെ മറിച്ച് മോഹൻലാൽ ആവട്ടെ തൻ്റെ സിനിമകൾ റീ റിലീസ് ചെയ്യുന്ന സിനിമകൾക്ക് അത് തീർത്ത റെക്കോർഡ് മറ്റൊരു സിനിമയിലൂടെ തീർക്കുന്ന ഒരു പുതിയ വിസ്മയമാണ് നമ്മൾ കാണുന്നത്. അതാണ് ഒരു ഡിഫറൻസ് ആയിട്ട് ഞാൻ പറയാൻ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്. വരാൻ പോകുന്ന സിനിമകളും ഉണ്ട് കേട്ടോ. ഇപ്പോൾ മോഹൻലാലിൻ്റെതായി റിലീസ് ചെയ്യാൻ ഇപ്പോൾ ഉസ്താദും ഗുരുവുമാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടോക്സിൽ നിൽക്കുന്നതെങ്കിൽ പോലും നമ്മൾ അതൊന്നും മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നരസിംഹം വരണമെന്ന് ആഗ്രഹിക്കുന്ന വലിയ വിഭാഗം ആളുകൾ ഉണ്ട്. അങ്ങനെ മോഹൻലാലിൻ്റെ ഒരു മാസ് സിനിമകൾ തിയേറ്ററുകളിൽ വന്ന് ആഘോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ, ചന്ദ്രോത്സവം റീ റിലീസിന് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പറ്റം ആളുകൾ ഉണ്ട്. അങ്ങനെ മോഹൻലാലിൻ്റെ പല മാസ് സിനിമകളും റീ റിലീസ് ചെയ്ത് വന്നാൽ
ഇതുപോലുള്ള പല റെക്കോർഡുകളും തിരുത്തി കുറിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ആരാധകർ തന്നെയാണ് ഇവിടെ ഉള്ളത്. പുതിയ സിനിമകൾ വരവേൽക്കുന്നതോടൊപ്പം തന്നെ പഴയ റീ റിലീസ് സിനിമകളിലും മോഹൻലാലിനെ ഇത് ആഘോഷിക്കാൻ കഴിയുന്ന ഒരു അർമാദിച്ച് സെലിബ്രേഷൻ മൂഡിൽ കൊണ്ടുപോകാൻ കഴിയുന്ന സിനിമകൾ ലാലേട്ടൻ്റെ പക്കൽ ഇനിയും ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം വീണ്ടും റീ റിലീസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആരാധകരാണ് മറുവിഭാഗത്തും ഉള്ളത്. എന്തായാലും ഈ രണ്ട് സ്ട്രോങ് പില്ലേഴ്സ്, മമ്മൂട്ടി മോഹൻലാലും എന്ന രണ്ട് സ്ട്രോങ് പില്ലേഴ്സ് സിനിമയിൽ അവർ ചെയ്തു വെച്ചിരുന്ന ഐക്കോണിക് സിനിമകളെല്ലാം കൂടെ റീ റിലീസ് ചെയ്ത് വീണ്ടും 4K റീമാസ്റ്റേഡ് വേർഷൻസിലൊക്കെ തിയേറ്ററുകളിലേക്ക് ആളുകളെ കാണിക്കാൻ വരുമ്പോഴേക്കും ഒരു വലിയ സന്തോഷമുണ്ട്. അന്ന് തിയേറ്ററിൽ കാണാൻ കഴിയാതെ പോയ പ്രേക്ഷകർ, അന്ന് ജനിക്കാത്ത പ്രേക്ഷകർക്കൊക്കെ വീണ്ടും വന്ന് തിയേറ്റർ എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയാൻ കഴിയുക ഈ ഒരു റീമാസ്റ്റേഡ് റീ റിലീസ് വേർഷൻസിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇത് വലിയ വിജയമാകുമ്പോൾ സ്വാഭാവികമായും താരങ്ങൾക്ക് മേലൊരു വലിയ കോൺഫിഡൻസ് ഉണ്ടാകുന്നു. അവർ ചെയ്തു വെച്ച പല സിനിമകളും റീ റിലീസ് ചെയ്യാനുള്ള പരിപാടികൾ അവർ മുന്നോട്ട് വെക്കുന്നു. അങ്ങനെ ഇതൊരു വലിയ ഹെൽത്തി കോമ്പറ്റീഷനായിട്ട് മാറുകയാണ്. പുതിയ റിലീസുകളും പഴയ റിലീസുകളും എല്ലാവരും കൂടെ ചേർന്നൊരു ക്ലബിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു പുതിയ രീതി നമ്മൾ കാണുകയാണ് എന്നുള്ളതാണ് വസ്തുത. എന്തായാലും കളക്ഷൻ ഇതാണ്. രാവണ പ്രഭു വീണ്ടും തകർത്തു മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. രാവണ പ്രഭു റെക്കോർഡ് തീർക്കുന്നത് മോഹൻലാലിൻ്റെ റെക്കോർഡ് തന്നെ തകർത്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് മോഹൻലാൽ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ രാജാവെന്ന് പറയാനുള്ള ഒരു കാര്യം ഹെൻസ് പ്രൂഫ്ഡ്.